ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടെ, 70 കോടി എന്നുള്ള കണക്ക് ആരുടെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു കണക്കില്ല. അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് കൃത്യമായി കണക്ക് വയ്ക്കാനുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഗവൺമെൻറ് ഉത്തരവിൻ്റെ പിൻബലത്തിലാണ്. അത് വലിയ പുസ്തകം പോലെ പറയേണ്ടി വരും. നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എസ്റ്റിമേറ്റ് പ്രത്യേകം തയ്യാറാക്കിയിരുന്നു? ഈ എമൗണ്ട് നിശ്ചയിക്കാൻ ഓരോ വർക്കിനും പ്രത്യേകമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ഇന്ന് ഞങ്ങളുടെ ജനറൽ കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു. ജനറൽ കൗൺസിലിൽ MLA അതിൻ്റെ ഭാഗമായിട്ടൊരു വന്നതാണ്. സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച. പിന്നെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തികൾ 30-ാം തീയതിക്കകത്ത് പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. അത്രേ തീരുമാനിച്ചുള്ളൂ. ബാക്കി ഇതുവരെ എടുത്ത നടപടികളെല്ലാം ഈസി അംഗീകരിച്ചു. നേരത്തെ MLA പുറത്തു വന്നപ്പോഴും പറഞ്ഞു ഈ കരാറുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അവരെ മുന്നിൽ പോലും ഒരു അവ്യക്തത നിൽക്കുകയാണെന്നാണ് ഉമാ തോമസും DJ വിനോദും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ആ കരാറിനെ കുറിച്ച് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരുത്താൻ GCDAക്കൊന്ന്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് അർജൻറ്റീന ടീം വരുമ്പോൾ ആ ഒരു സാർവദേശീയ നിലവാരത്തിലേക്ക് നമ്മുടെ സ്റ്റേഡിയം ഉയർത്തുന്നതിന് വേണ്ടി GCDA കൈമാറിയിട്ടുള്ളത്. സ്പോൺസറുമായി ചേർന്ന് ആ പ്രവൃത്തി ചെയ്യുന്നത് എന്തെല്ലാമാണെന്നുള്ളത് കൃത്യമായി ക്വാണ്ടിഫൈ ചെയ്യാനും രേഖപ്പെടുത്താനും അതിൻ്റെ വാല്യൂ നിർണ്ണയിക്കാനും ഒരു കമ്മിറ്റി ഉണ്ടാക്കി, ടെക്നിക്കൽ കമ്മിറ്റി. എൻ്റെ കാലത്ത് പറഞ്ഞിരുന്നു. അത് പ്രവർത്തിക്കും. ഇതൊരു സുതാര്യമായ ഒരു കാര്യമല്ലാതെ മറ്റൊന്നുമില്ല. ഒരു അന്താരാഷ്ട്ര മത്സരം കൊച്ചിയിൽ ആദ്യമായി ഈ നിലവാരത്തിൽ നടക്കുന്നത് യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമങ്ങളിൽ GCDA വളരെ പ്രതിജ്ഞാബദ്ധമാണ്. അത് ചെയ്യുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള പോരായ്മകളും വരാതെ അത് നിർവഹിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നവംബർ 30 ഈ പരിപാടി കഴിഞ്ഞാൽ അടുത്ത വിൻഡോയിൽ കൊച്ചിയിൽ മത്സരം കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്. അത് പൂർണ്ണമായും GCയുടെ നിയന്ത്രണത്തിലല്ല. പക്ഷേ കേരള ഗവൺമെൻറ്, സ്പോൺസർ ഇവരൊക്കെ ചേർന്ന് അത് യാഥാർത്ഥ്യമാക്കുമെന്നുള്ള പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത്. ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ആരൊക്കെയാണ്? GCDA ഒപ്പുവെച്ചിട്ടുണ്ടോ? അതോ സ്പോർട്സ് കേരള ഫൗണ്ടേഷനും ഈ മാത്രമുള്ളതാണ്? ശരി, ആരൊക്കെയാണ് ഒപ്പുവെച്ചിരിക്കുന്നത്? ഓക്കെ. ഒപ്പം ഒരു ചോദ്യം കൂടെ. ഈ കരാറുമായി ബന്ധപ്പെട്ട് 70 കോടി രൂപയാണ് ചെലവഴിക്കുന്നതെന്ന് പറയുന്നത്. എത്ര കോടി രൂപ തുക ചെലവഴിച്ച് ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടെ, 70 കോടി എന്നുള്ള കണക്ക് ആരുടെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു കണക്കില്ല. അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് കൃത്യമായി കണക്ക് വയ്ക്കാനുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഗവൺമെൻറ് ഉത്തരവിൻ്റെ പിൻബലത്തിലാണ്. അത് വലിയ പുസ്തകം പോലെ പറയേണ്ടി വരും. നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എസ്റ്റിമേറ്റ് പ്രത്യേകം തയ്യാറാക്കിയിരുന്നു? ഈ എമൗണ്ട് നിശ്ചയിക്കാൻ ഓരോ വർക്കിനും പ്രത്യേകമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ഇതിന് ശേഷം കരാറുകാരൻ എന്തെങ്കിലും ഇത് വെച്ചിരുന്നോ? നിങ്ങൾക്ക് മുന്നിൽ ഉപാധികൾ അത് ഞങ്ങളുടെ മുമ്പിൽ എന്തോ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഓരോ ചെയ്യുന്നതും എന്താണെന്ന് നോക്കി അതിൻ്റെ ക്വാണ്ടിഫൈ ചെയ്താണ് എമൗണ്ട് എടുക്കാൻ. സാധാരണ ഇങ്ങനൊരു ജോലി ചെയ്യുന്നതിന് മുമ്പ് ടെൻഡർ വിളിക്കാം, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കാം, അത് യോഗ്യതയുണ്ടെന്നൊക്കെ പറയാം. പക്ഷേ അങ്ങനെ ഒരു മാനദണ്ഡങ്ങളോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടോ? അതില്ലാതെയാണോ ഈ സ്പോൺസർ ഇതൊക്കെ ചെയ്യുന്നത്? സ്പോൺസർ അവിടെ എന്തെങ്കിലും ഉപാധികൾ വെച്ചിട്ടുണ്ടോ എന്നും കൂടി ഒരു ചോദ്യമുണ്ട്. ഇതിന് ശേഷം, അതായത് നിർമ്മിച്ച് തിരിച്ച് GCDAക്ക് കൈമാറിയതിന് ശേഷം പിന്നെ സ്പോൺസർ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് ഒഴിയുക. ഈ കളിക്ക് വേണ്ടി അല്ലാത്ത യാതൊരു ബന്ധവും സ്പോൺസറുമായിട്ട് GCDAക്ക് ഇല്ല. അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല. അതൊരു ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്നൊരു പ്രവൃത്തി ആയതുകൊണ്ട് ഒരു കൂട്ടുത്തരവാദിത്വം അതിനകത്തുണ്ടാവും. നവീകരണത്തിന്റെ ഭാഗം GCDAയും പങ്കെടുക്കുന്നുണ്ട്. നവീകരണത്തിന്റെ ഭാഗമായി കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലല്ല, അത് വസ്തുതയല്ല. അല്ല, ഈ ടെൻഡർ വിളിക്കാതെ ഇങ്ങനെ ഒരു കമ്പനിക്ക് കൊടുത്തു, അത് മറ്റ് നിലവിൽ GCDAയുടെ കരാർ എടുത്തിരിക്കുന്ന കോൺട്രാക്ടർമാർക്ക് അല്ലെങ്കിൽ മുമ്പ് ചെയ്തിരുന്ന ആളുകൾക്ക് എതിരഭിപ്രായം. ടെൻഡർ വിളിക്കാതെ കൊടുത്തൊക്കെ പറയുന്നിടത്ത് യാതൊരു ന്യായവുമില്ല. കാരണം അവിടെ ചുറ്റുമതിൽ കെട്ടണം. ഈ കളി നടക്കണമെങ്കിൽ കൂടിയേ കഴിയൂ. ആ വർക്ക് നേരിട്ട് സ്പോൺസർ ചെയ്യാൻ സന്നദ്ധമാകുമ്പോൾ അനുവദിക്കുകയല്ലേ വേണ്ടത്.
അല്ല അതിന് കുറച്ച് മറ്റാർക്കും കുറച്ച് വിലയ്ക്ക് മറ്റാരെങ്കിലും തയ്യാറാണെങ്കിലും ഒപ്പുവെച്ചത് ആരാണെന്ന് കുറച്ച് വിലയ്ക്ക് മറ്റാരെങ്കിലും തയ്യാറാണെങ്കിലും ആരും ഇല്ലല്ലോ. ആരും ഇല്ലാന്ന് എങ്ങനെ അറിഞ്ഞു? ടെൻഡർ വിളിക്കാതെ എങ്ങനെ അറിഞ്ഞു? സഹോദരൻ, ഇതൊരു ത്രികക്ഷി ടെൻഡർ കരാർ- വിളിക്കാതെ ടെൻഡർ വിളിക്കാതെ എങ്ങനെ അറിഞ്ഞു? ത്രികക്ഷി കരാറാണോ ഇതിൽ ഒപ്പുവെച്ചത് ആ GCD ഉണ്ടോ എന്നതാണ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. സ്പോർട്സ് കേരള ഫൗണ്ടേഷനോ സ്റ്റേഡിയം കൈമാറുന്ന പ്രവൃത്തിയാണ് GCDA ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പോൺസറുമായി ചേർന്ന് ഒരു ത്രികക്ഷി ധാരണയുണ്ട്. ഉണ്ട്. ആ അപ്പൊ അതിൽ GCDയും ഭാഗമാണ്. ആണല്ലോ. GCDA ഒരു പ്രധാന ഭാഗമല്ലേ, ഞങ്ങളുടെ അല്ലേ സ്റ്റേഡിയം. ശരി, അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ഉമാ തോമസ് എംഎൽഎ പ്രശ്നങ്ങൾ ഉണ്ടായതുപോലുള്ള അപകടങ്ങൾ അങ്ങനെ എന്തെങ്കിലും അതൊന്നും ഇപ്പോൾ അങ്ങനെ സംസാരിക്കേണ്ട കാര്യങ്ങളേ അല്ല. GCD അതിന്റെ ഉത്തരവാദിത്വം ഏൽക്കും. GCDA ഒരു ഗവൺമെൻറ് എൻറ്റിറ്റി എന്നുള്ള നിലയ്ക്ക് എടുക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും എടുത്തുകൊണ്ടിരിക്കും. ഒന്നിലൊന്നും ഒഴിഞ്ഞു മാറില്ല.